ഇന്ത്യക്കാരും പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മത്തിൽ കൂടി നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം. അതിന് നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഹജ്ജിൻ്റെ ക്ലാസ്സുകൾ ധാരാളമായി നിങ്ങൾ ഇനി കേട്ടിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾ അതിൻ്റെ ബുക്കുകളും മനാസിക്കുകളും വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ആകെ കൂടി കേട്ട് ഹജ്ജിൻ്റെ ക്ലാസ് കേട്ട് ഇനി എന്താണെന്നുള്ള അതിൻ്റെ ആദ്യ അവസാനം എന്താണെന്നറിയാതെ ഇൽത്തിബാസായി തലയിൽ ഒന്നും അറിയാതെ സംശയത്തിലാവുന്ന ഒരു സ്ഥിതി വേണ്ടതില്ല. വളരെ എളുപ്പമുള്ള കാര്യമാണ് ഹജ്ജിൻ്റെ കർമ്മം എന്ന് പറയുന്നത്. ഞാൻ അതിലേക്കാണ് പ്രവേശിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ ഒരു ഒരുക്കം ഹജ്ജിന് ഏതായാലും ആവശ്യമാണല്ലോ. ആ ഒരുക്കം നിങ്ങൾ നടത്തുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് കാര്യങ്ങളും സാധനങ്ങളും ഒരുപാട് ഭക്ഷ്യവസ്തുക്കളൊന്നും നിങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല. അതൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഉമ്മയും ഉപ്പയും ഭാര്യയും ഭർത്താവും ഒക്കെയാണ് പോകുന്നതെങ്കിൽ ഉമ്മാക്ക് കയ്യിൽ പിടിക്കാനുള്ള ഒരു ബാഗ് ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കുക. അതിനുള്ള കൊള്ളുന്ന സാധനങ്ങളെ ആവശ്യമുള്ളൂ, കൊണ്ടുപോകണ്ട. ഈ ഹജ്ജിൽ കൊണ്ട് പറഞ്ഞിട്ട് ഒന്നൊരു ഹജ്ജ് കച്ചവടമായി മാറേണ്ട കാര്യമില്ല. നിങ്ങളൊരു 2-3 കൂട്ട് വസ്ത്രം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും. പിന്നീട് ഈ ഒരു മാസക്കാലം ഒരു 40-35 ദിവസം ഉണ്ടാവും. അതൊക്കെ അവിടെ കഴുകിയിട്ട് റെഡിയാക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകും. പിന്നെ കുറേ ഒരു പുതുപുത്തൻ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഒരു ആർഭാടത്തിലൊരു ടൂറിസ്റ്റ് പോകുന്ന പോലെ പോകേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ എന്തുടുത്താലും ആരും നോക്കാനില്ല. തുണി കൊടുത്ത് പോയാലും നിങ്ങൾ ചാക്ക് പറിച്ചു പോയാലും ഇതെന്തേ ചാക്ക് എന്നാരും പറയില്ല. ഇവിടുന്ന് ഇപ്പോൾ ഒരു ഇസ്തിരി ഇടാതെ പോയാൽ എന്താ ഇപ്പോൾ ഒരു ഇസ്തിരി ഒന്നും ഇട്ടിട്ടില്ല, നേരെ കണ്ട് നീച്ചു വരികയാണെന്ന് പറഞ്ഞു. അവിടെ ഒരു ചാക്ക് എടുത്തുകാണ്ട് നടക്കുകയാണെങ്കിലും അത് ഏതോ ചാക്ക് എടുക്കേണ്ട നാട്ടിൽ നിന്ന് വരികയാണെന്നേ ഉള്ളൂ ആളുകൾ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുക്കം വേണ്ട. പക്ഷേ നമ്മളൊരു വൃത്തിയുള്ള വസ്ത്രം നമ്മുടെ കയ്യിൽ വേണമല്ലോ. ഇഹ്റാമിൻ്റെ ഒരു 1-2 കൂട്ട്, ഒരു തുണി, ഒരു വെള്ളത്തുണിയും ഒരു വെള്ളമുണ്ടും, കുറച്ചുകൂടി പുതക്കാൻ 2 അറ്റവും എത്തുന്ന ഒരു വെള്ളമുണ്ടുമാണ് ആണുങ്ങൾക്കുള്ളത്. അതൊരു 2 കൂട്ട് വേണം. ഒരു കൂട്ട് മതി. പക്ഷേ ഒരു 2 കൂട്ട് വേണം എന്ന് പറയുന്നത് മിനായിൽ, അറഫയിൽ, മുസ്ദലിഫ, പിന്നെ 3 ദിവസം മിനായിൽ വീണ്ടും, അങ്ങനെ ഒരു 5-6 ദിവസം അവിടെ കഴിച്ചു കൂട്ടുമ്പോൾ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ ബാത്റൂമിൽ പോയി ഒന്ന് തെറിച്ചു പോയി ഒരു വൃത്തികേടായി, അല്ലെങ്കിൽ ഇപ്പോൾ വേർപ്പും കാര്യമൊക്കെ ആണെങ്കിൽ വേർപ്പൊക്കെ ആവുമ്പോൾ നമുക്കൊന്ന് മാറ്റി ഉടുക്കാൻ ഒരു ഇഹ്റാമിൻ്റെ വസ്ത്രം വേണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഒരൊറ്റ ഇഹ്റാമിൻ്റെ വസ്ത്രം മതി. പുതിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്നുണ്ട് ഹജ്ജിന് പോകുമ്പോൾ, ഞാൻ പുതിയ ഇഹ്റാമിൻ്റെ വസ്ത്രം വേണമെന്ന് ചോദിച്ചപ്പോൾ, നീ പുതിയപ്പള പോകുന്നതല്ലല്ലോ, ഉള്ള വസ്ത്രം മതി എന്നാണ് പറഞ്ഞു. പക്ഷെ നമ്മളൊക്കെ സാധാരണ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ പിന്നെ ഉടുക്കും. ഇപ്പോൾ ഒരു ഹജ്ജ് കിറ്റ് പറഞ്ഞ അങ്ങാടികളിൽ എല്ലാ പീടികളിലും ഹജ്ജ് കിറ്റ് ഉണ്ട്. ആ കിറ്റ് വാങ്ങാതിരുന്നാൽ അത് വലിയ ബുദ്ധിമുട്ട്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങളെടുത്തുള്ള വെള്ള വസ്ത്രം അത് നന്നായിക്കോട്ടെ, പുതിയ വസ്ത്രം ഒരു തട്ടും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യവും ഇല്ല. നിങ്ങൾ ഉടുത്ത ഈ പർദ്ദ, സാരിയും കാര്യങ്ങളും ഉടുക്കുന്നവർ അത് ചെയ്യാൻ പാടില്ല. കാരണം അത് കഴിയില്ല. സാരിയൊക്കെ കൊടുത്ത് പോകുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിരിക്കും എന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പർദ്ദ ധരിക്കുക. പർദ്ദ ധരിക്കുമ്പോൾ സ്ത്രീകളിൽ നിന്ന് അവിടെ കണ്ടുവരുന്ന ഒരു വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൈ നമ്മുടെ പലപ്പോഴും കൈ നമ്മളെ ആശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ ഒരു വീതിയുള്ള അയഞ്ഞ കൈയായിരിക്കും, ലൂസുള്ള കൈയായിരിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയങ്ങളുണ്ട്, കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട സമയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാടിപ്പോകും. അപ്പോൾ നമ്മുടെ കൈയൊക്കെ കാണും. അതൊന്ന് ശ്രദ്ധിക്കാൻ. ഒന്നുകിൽ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് മറയുന്ന തരത്തിലുള്ള ഉള്ളിൽ വസ്ത്രം ധരിക്കുക. അതല്ലെങ്കിൽ ഈ പർദ്ദയുടെ ബട്ടൺ ഇട്ട് കൈ പൂട്ടി നിൽക്കുന്ന, അവർക്ക് മറയാതെ കൈ പുറത്ത് വരാത്ത ഒരു കൈയായിരിക്കണം. അത്രേ ഉള്ളൂ ഇഹ്റാമിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ പാവാട ധരിച്ച് ഇരിക്കുന്ന നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലോ സ്ത്രീകൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പൈജാമ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹറമിൽ നീണ്ട ഇരുത്തം ഇരിക്കേണ്ടി വരും. ചിലപ്പോൾ നീണ്ട ഇരുത്തം ഹറമിൽ ഇരിക്കേണ്ടി വരും. കുറച്ച് നേരമൊന്നും കഴിഞ്ഞാൽ പോരാ, മണിക്കൂറുകൾ ഇരിക്കേണ്ടി വരുമ്പോൾ കാല് നീട്ടിയിരിക്കേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ പർദ്ദയുടെ ആ ഒരു കാല് കണങ്കാല് കാണുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ അങ്ങനെ ഒരു ശ്രദ്ധ പെണ്ണുങ്ങൾക്ക് വേണം എന്നതല്ലാത്ത വേറൊരു ശ്രദ്ധ നിങ്ങൾ അതിൽ വേണ്ടതില്ല. ഈ ഒരു 2-4 കൂട്ട് പർദ്ദ ഉണ്ടായാൽ അത് തന്നെ മതി. അപ്പോൾ അതൊരു ആകെ ഒരു 2-3-4 കിലോ, ഏറിയ ഒരു 5 കിലോ ഒക്കെ വസ്ത്രങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ
മരുന്നുകൾ നിങ്ങൾ കരുതണം. കാരണം നിങ്ങൾ കുടിക്കുന്ന ബ്രാൻഡുകളാവണമെന്നില്ല അവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരേ കണ്ടന്റുള്ള മരുന്ന് തന്നെ മറ്റു ബ്രാൻഡ് ആവുമ്പോൾ നമുക്കൊരു പക്ഷേ അത് പറ്റാതെ വരികയൊക്കെ ആവും. അതുകൊണ്ട് നിങ്ങളൊരു 40 ദിവസത്തേക്കുള്ള നിങ്ങൾ കുടിക്കുന്ന മരുന്ന് കുടിക്കുന്നവരുണ്ടെങ്കിൽ അവിടുന്ന് വരാനുള്ള സൂക്കേടിൻ്റെ ഒരു സാധ്യതയുള്ളത്, നമ്മുടെയൊക്കെ ഒരു അനുഭവത്തിലുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ഈ കഫക്കെട്ടാണ്. കാരണം എസിൻ്റെ ഉള്ളിൽ തണുതണുത്ത AC, അത് കഴിഞ്ഞാൽ 40 ഡിഗ്രി ചൂടുള്ള അല്ലെങ്കിൽ 35 ഡിഗ്രി ചൂടുള്ള റോട്ടിലേക്ക് ഇറങ്ങും. റോഡ് അടിമുകളും ചൂടായിരിക്കും. പിന്നെയും AC-യുടെ ഉള്ളിലേക്കാണ് റൂമിൽ കയറി ഇറങ്ങുമ്പോൾ. അപ്പം അത് ഈ ശീതോഷ്ണങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുമുണ്ടാവുന്ന കഫക്കെട്ടുകൾ സ്വാഭാവികമാണ്. അത് ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് വരാവുന്ന ഒരു രോഗം എന്ന് പറയുന്നത് സാധാരണ. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്കുകളൊക്കെ നിങ്ങളുടെ ശരീരം അറിയുന്ന, നിങ്ങൾ പരിശോധിക്കുന്ന ഡോക്ടർമാരെ എത്തുന്ന വാങ്ങുക. പിന്നെ ഷുഗറോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ വാങ്ങുക. മറ്റൊരു രോഗം വരാവുന്നത് ഈ കാല് വിണ്ടുപോകും ചില ആളുകൾക്ക് മാത്രം. അതെന്താണെന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. കാല് വിണ്ടുപോകുന്ന ചില നാട്ടിലുള്ള, നമ്മൾ അറബ് നാട്ടിലെ കാലാവസ്ഥ അറിയാത്തവരാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനാവശ്യമായ എന്തെങ്കിലും മിർഹം, അതായത് ഓയിൻമെൻറ്റുകൾ കയ്യിൽ വെക്കുക. അതിനേക്കാളും നല്ലത് ഷോക്സും ഷൂവും ധരിക്കലാണ്. ആണുങ്ങളാണെങ്കിലും ഷൂ ധരിച്ച് പരിചയമില്ലാത്തവരാണെങ്കിലും ഒരു ഷൂ ഇഹ്റാമിൻ്റെ സമയത്തല്ല, നമ്മളൊരു ഷൂ കരുതി കഴിഞ്ഞാൽ പിന്നെ ഈ കാൽ വിള്ളൽ എന്നുള്ള രോഗം ഉണ്ടാവില്ല. രോഗമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ വയ്യ, അറമ്പ് പോകാൻ വയ്യ, ചുണ്ടാകെ മുണ്ടാൻ വയ്യ, സംസാരിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥ വരും. നമ്മുടെ ഒരു മുൻകരുതൽ എന്ന നിലക്കാണ് ഞാൻ പറയുന്നത്. വേറെ നിങ്ങളൊന്നും പലഹാരങ്ങളോ ബാക്കിയുള്ള ഒരു സാധനം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് അത് തിന്നാനോ കുടിക്കാനോ നേരമുണ്ടാവില്ല. പിന്നെ ചില ആളുകൾ ചില തണുപ്പ് കിട്ടാനുള്ള കൂവപ്പൊടി മറ്റേ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഈ വടക്കേ മലബാറിൽ നിന്നാണ് പലഹാരങ്ങൾ കൊണ്ടുവന്ന് അത് തിന്ന് ആകെ കൂടി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അത് ബുദ്ധിമുട്ടുന്ന ഒരു അവസരങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഒരു സാധനം നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഒരു കാലത്ത് ഭക്ഷണം ഏറിയിട്ടേ ഉണ്ടാവുള്ളൂ. മക്കത്തും മദീനത്തും ചെന്നാൽ ഭക്ഷണം കുറഞ്ഞിട്ടൊരിക്കലും അൽഹംദുലില്ലാഹ് നിങ്ങൾ ബുദ്ധിമുട്ടില്ല. റുസുഖുഹും മിനസ് സമറാത്ത്, അള്ളാഹുവേ ആ ജനങ്ങൾക്ക് നീ സമറാത്ത് കൊടുക്കണമേ എന്ന് അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹ് ഇന്നിങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഒരുക്കം എന്ന് പറയുന്നത്, പിന്നെ നിങ്ങൾ കച്ചവടക്കാരായ ആളുകളൊക്കെ ആ കണക്കും കയ്യൊക്കെ ഒന്ന് റെഡിയാക്കി പോകണം. എല്ലാ കടവും തീർത്ത് ബിസിനസ്സുകാർക്ക് കഴിഞ്ഞോളണം എന്നില്ല. എന്നാൽ കടം തീർക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആരെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ ഇന്നയിടത്ത് ഇത്ര കിട്ടാനുണ്ട്, ഇന്നയിടത്ത് കൊടുക്കാനുണ്ട്, അതൊക്കെ രേഖയാക്കി ഒരു കൃത്യമാക്കി പോകേണ്ടതുണ്ട്. വാപ്പാണ്ട് പോയാൽ പിന്നെ എത്ര കൊടുക്കാണ്ട് കിട്ടാണ്ട് എന്നറിയാത്ത ഒരു അവ്യക്തത വരരുത്. അതാണ്. അതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റുമെങ്കിൽ അതെല്ലാം നിങ്ങൾ കൊടുത്തു തീർക്കാനും ശ്രമിക്കുക. മനുഷ്യബന്ധങ്ങൾ നന്നാക്കി എടുക്കുക. ഒരുപാട് യാത്രയായി പോകാൻ പറഞ്ഞ് ഹജ്ജിൻ്റെ തലേന്ന് വരെ യാത്ര പറഞ്ഞ് നടന്ന് അവിടുന്നൊക്കെ കിട്ടുന്ന മധുരവും കിട്ടുന്ന മാംസവും കിട്ടുന്ന നല്ല കൊഴുപ്പുള്ള ഭക്ഷണവും തിന്ന് യാത്രക്ക് ഒരുങ്ങാൻ നേരത്ത് രോഗിയായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നേരത്തെ തന്നെ യാത്ര, ഇപ്പോൾ ഫോണുണ്ടല്ലോ, ഇപ്പോൾ വീഡിയോ കോൾ വരെയുണ്ട്, ഞാൻ പോവുകയാണ് കേട്ടോ, ഇത് പൊരുത്തപ്പെടണം, അങ്ങനെ എല്ലായിടത്തും അത്യാവശ്യം നമ്മളെ കുടുംബങ്ങളിൽ പറയുക, ബാക്കി എല്ലാവരോടും പറയുക എന്നുള്ളതല്ലാതെ പരസ്യം കൊടുക്കും വേണ്ട, ഇങ്ങനെ ഒരു ഇത് വേണ്ട. പോകുന്നതിൻ്റെ ഒരു 4-5-6 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ സ്വസ്ഥമായ ഒരവസരത്തിലായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. ഇത് മാത്രമേ ഒരുക്കമുള്ളൂ. ഇനി വല്ലതും നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ സമയം ഉണ്ടാവും, നമുക്ക് ചോദിക്കാം. ഞാൻ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി. നിങ്ങൾ കാര്യമായിട്ടൊന്നും പഠിച്ച് മനസ്സിലാക്കേണ്ടതില്ലാതെ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഒരുക്കം ആണല്ലോ. എന്നാണ് 2 രൂപത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും.